Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Nikki. Happy birthday to Pondy. Happy birthday to you. Okay. Happy birthday Varda. Happy birthday Nikki. Thank you. Happy birthday to me. Happy birthday to you. അപ്പോൾ ഗൈസ് അത് തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഇന്ന് നിഖിൽച്ചാൻ്റെ പിറന്നാളാണ്. ബർത്ത്ഡേ അല്ല കേട്ടോ, ബർത്ത്ഡേ ഒക്കെ നേരത്തെ കഴിഞ്ഞു പോയി. നമ്മുടെ പണിക്കാട്ടിൽ എല്ലാവരുടെയും പിറന്നാളാണ് ആഘോഷിക്കുക, അമ്പലത്തിൽ പോവുക, മീൻസ് എന്തെങ്കിലും കേക്ക് കട്ടിങ് ഗിഫ്റ്റ് അതായത് സംഭവങ്ങളൊക്കെ അന്നത്തെ ദിവസം തന്നെ. പക്ഷെ ഞാൻ പണ്ട് വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല, ബർത്ത്ഡേക്ക് ആട്ടോ ആഘോഷമാക്കിയിരുന്നത്. ആഘോഷം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ക്ലാസ്സിലേക്കോ കോളേജിലേക്കോ മിഠായി അല്ലെങ്കിൽ ഫ്രണ്ട്സിന് എന്തെങ്കിലും ചിലവ് കൊടുക്കും. അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് അത് രാവിലെ അമ്പലത്തിൽ പോവാണ്. അത് രാവിലെ അല്ല കേട്ടോ, അതെ ഞങ്ങള് കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണെങ്കിൽ, അതായത് ഞങ്ങളുടെ പണിക്കാട്ടിൽ അമ്പലത്തിൽ പോവാണെങ്കിൽ ഞങ്ങൾ എന്തായാലും നേരത്തെ പോകും. ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലം ഒരു 11:30 വരെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ 10 മണിയായപ്പോ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ കേട്ടാ. രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. സാധാരണ അമ്പലത്തിലേക്കൊക്കെ പോവാണെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കില്ല, പോയി വന്നിട്ട് വരുന്ന വഴിക്ക് കഴിക്കും അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് കഴിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു ഫുഡും കൂടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ലേറ്റ് ആയി, പിന്നെ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വിടാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നാളായാലും എനിക്ക് പോയിട്ട് അമ്പലത്തേക്ക് പോയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ പിറന്നാൾ ബോയ്. ഹാപ്പി ബർത്ത്ഡേ നിക്കി. താങ്ക് യു സോ മച്ച്. എല്ലാവരും അപ്പൊ എനിക്ക് വിഷസ് ആയിട്ട് കമന്റിൽ എന്താ പറയാ എന്നെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതാം, എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അതെ അതെ. അപ്പൊ നമ്മുടെ 2 ചെക്കന്മാര് പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുമ്പ് കണ്ണാട വെച്ചിട്ടില്ല പക്ഷെ അല്ലിക്കുട്ടിക്ക് ഉണ്ടല്ലോ, അല്ലിക്കുട്ടിക്ക് ഇന്ന് ഇടച്ചിൽ തന്നെയാണ്. അത് ചില ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇടച്ചിലോട് കൂടിയിട്ടാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ളും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല മോനായിട്ടിരുന്നോളും. ഇതിപ്പോ എങ്ങനെയാണ്, ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കും. പിന്നെ പോരാത്തതിന് നല്ല മഴയാണ്. ഇത്ര ദിവസം നല്ല വെയിലായിട്ട്, അതായത് സ്കൂൾ തുറക്കണേക്കാൾ 2 ദിവസം മുന്നേ മഴ അല്ല തലേ ദിവസം മഴ നിന്നതാ. എന്നിട്ട് പിന്നെ ഇന്നാണല്ലേ ചായ ഇത്രയും മഴ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണത് മഴക്കാലം, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു പ്രതീതി. നമ്മ പണ്ട് സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കില്ല, ഈശ്വര മഴ. രണ്ടാമത്തെ പീരീഡ് കഴിഞ്ഞ് ഒരു ഇന്റർവെൽ കിട്ടുന്ന നേരത്തെ ഈ മഴ ഒന്ന് തോർന്നിരുന്നെങ്കിൽ നമുക്ക് കളിക്കാലോ എന്നൊക്കെ തന്നെ ആലോചിക്കില്ലേ. അതെ, അപ്പൊ ചാനി ഇതേപോലെ മഴക്കാലത്താണോ അമ്മ പ്രസവിച്ചത്? അമ്മനോട് ചോദിക്കണം. നിനക്ക് അറിഞ്ഞൂടാ എനിക്ക്. ഞാൻ ആ സമയത്ത് എന്താണ് നോക്കിയിരിക്കുന്നത്, നല്ല മഴ ഞാൻ പ്രസവിച്ചു. അങ്ങനെയാണോ? എല്ലാ അത്യാവശ്യം മഴയും വെയിലും തണുപ്പുള്ള മകരത്തിലെ അത്തത്തിലാണ് എന്നെ പ്രസവിച്ചത് എന്റെ അമ്മ. എന്നെ നല്ല കാലാവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ ഇവര് ഞാൻ ഓഗസ്റ്റിലാണ് ഡെലിവറി കഴിഞ്ഞെങ്കിലും വലിയൊരു മഴക്കാലം ഞങ്ങളെ ആശുപത്രി വിട്ട് വന്നപ്പോഴേക്കും മഴക്കാലം കഴിഞ്ഞിരുന്നു. കാരണം 1 മാസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് അല്ലേ വെച്ചാ. അപ്പോഴേക്ക് അപ്പോഴേക്ക് മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴക്കാലം അനുഭവപ്പെട്ടതേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, ശാനം കാണിച്ചത് കണ്ട ഒറ്റയ്ക്കൊക്കെ കണ്ണു ഹെയർ സെറ്റ് മുടിയിൽ വെക്കിയ ഹെയർ. മൈ ബോയ്സ് ആൻഡ് ബോയ്സ് ടീം. എപ്പോഴും മൂത്ത കുട്ടികൾ 1 മിനിറ്റിനായാലും അല്ലെങ്കിൽ 5-6 കൊല്ലത്തിനായാലും കുറച്ച് തിമ്മിരട്ട് കൂടിയതങ്ങളായിരിക്കും. ഇളയ കുട്ടികൾ കുറച്ചും കൂടി എന്താ പറയാ, ഓരോ വർഷവും കഴിഞ്ഞു പോവാണ് ചായ. വയസ്സ് കൂടി വരാണ്. ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും പറയുന്നില്ല, പിറന്നാളായതുകൊണ്ട് വയസ്സ് പറയാൻ പാടില്ലല്ലോ. അതിൽ കൂടെ ഒരു 4 വയസ്സും കൂടി കൂട്ടിയാ മതി. അതെ, നമ്മളൊക്കെ ഒന്ന് മുടിയൊക്കെ വെട്ടി നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ പോലെ അല്ല. അതമ്മ എടുത്തരാം. പിന്നെ ഓരോരുത്തരുടെ മനസ്സിലുണ്ട് ചെറുപ്പവും വയസ്സാവലും. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ചെറുപ്പമാണെങ്കിൽ നമുക്ക് ചെറുപ്പമാണെങ്കിൽ നമ്മളുടെ കാഴ്ചയിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കും. ഇപ്പൊ എനിക്ക് ഞാനൊരിത് പറയല്ല, അപ്പൊ നിഖിൽ ചേട്ടന്റെ 1-2 പേരുണ്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ നിഖിൽ ചേട്ടനെ വിട്ടിട്ട് കുറച്ചുകൂടി ഏജ് ആയി തുടങ്ങി. അപ്പൊ എന്നോട് നിഖിൽ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത്
നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അത് എന്നാലും നടക്കുള്ളൂ. ചെറുപ്പമായിരിക്കാൻ വേണ്ടി നമ്മളും ട്രൈ ചെയ്യണം. ട്രെൻഡിനൊപ്പം നടക്കണം. മനസ്സും ചെറുപ്പാക്കി വെക്കണം. ഇപ്പൊ ഇവൻ ഏതോ ദുർഘടമായ നിമിഷങ്ങളിൽ പോലും നമ്മൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോവാം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല നല്ല ഭാര്യമാരും പിള്ളേരും എല്ലാ കാര്യത്തിലും കൂട്ടു നിൽക്കുന്ന ഭാര്യയും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ എപ്പോഴും ചെറുപ്പത്തിന് എല്ലാവരും ആണിന്റെ പിന്നിലും സക്സസിന്റെ പിന്നിലൊരു പെണ്ണുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. നല്ല കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിലോ ആണുങ്ങൾ കുതിച്ചു അങ്ങനെ ഗൈസ്. അപ്പൊ അമ്പലം നടക്കില്ല എന്ന പ്രതീക്ഷയും കൂടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ വിശേഷങ്ങൾക്കും കുടുംബക്ഷേത്രത്തിലാണ് പോയി. ഇപ്പം അടുത്ത് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയതുകൊണ്ടാട്ടോ കൊടുങ്ങല്ലൂരത്തെ വന്നിട്ടുള്ളത്. ഇവിടെ വലിയ തിരക്ക് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ഇത്ര ലേറ്റ് ആയി, പിന്നെ നല്ല മഴ. പക്ഷെ നല്ല തിരക്കുണ്ട്. കുറെ വണ്ടി ഉണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം വണ്ടികളിൽ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. ഞങ്ങൾ വിചാരിച്ച ഈ സമയവും പിന്നെ നല്ല മഴ ആയതുകൊണ്ട് വലിയൊരു തിരക്കാണുള്ളതെന്ന് വിചാരിച്ച്. പക്ഷെ നല്ല തിരക്കുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറെ അമ്മമാര് വരുന്നുണ്ട് ആ ലോട്ടറി വിൽക്കാനായിട്ട്. ഒത്തിരി പേരുണ്ടാവില്ല ചായ. നികിരിച്ചേട്ടൻ ഞങ്ങളുടെ ആനിവേഴ്സറി ഷൂട്ടിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ഷർട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അമ്പലത്തിലെത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ക്യൂ നിൽക്കുകയാണ്. അമ്പലം നട അടച്ചിട്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. അതാണ് ക്യൂ നിൽക്കുന്നത്. അല്ലെങ്കിൽ വേഗം നടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഗുരുവായൂർ അല്ലെങ്കിൽ വേറെ തിക്ക് തിരക്കുള്ള അമ്പലങ്ങളിൽ പോലെയല്ല. പെട്ടെന്ന് ക്യൂ അത് കഴിയും. നമുക്ക് വേഗം തന്നെ ദേവിനെ കാണാനും പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നടത്താൻ വേണ്ടിയിട്ട് ചേട്ടൻ കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ എന്നോട് കുറേ പേര് വന്ന് സംസാരിച്ചു. ഞാനും ബായൊക്കെ പറഞ്ഞു. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ പിറന്നാളായിരിക്കില്ല. ഞങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം 8-ാം തീയതി ചേച്ചി സ്റ്റാറ്റസ് ഇട്ടിരുന്ന് കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നായിരിക്കും പിറന്നാൾ വ്ളോഗ് വരാമെന്നൊക്കെ. അങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ. 11:45 ഇനി അടുത്ത നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഫുള്ള് സ്ലിപ്പാവുന്നു ഗൈസ്. ഒന്നാമത് ഭർത്താൻ്റെ പറയുമ്പോൾ കുറച്ച് കൊഞ്ചപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 11:10 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് സാരമില്ല. പുറത്തുള്ള അമ്പലങ്ങളിൽ ഒന്നില്ലെങ്കിൽ ആദ്യം പോയി തൊഴണം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അവിടെ എന്തൊക്കെ തട്ടിയും പിടിച്ചൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഇപ്പം പോവും. ആൾക്കാർ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ക്യൂ നിൽക്കാൻ പറ്റില്ല. ഇവർ സമ്മതിക്കുന്നില്ല. ഇവർക്ക് ഇവിടെ ഓടിച്ചാടി നടക്കണം എന്നുള്ളൊരു ഇതിൽ ഇവർ ഞങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നിർത്തിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. അങ്ങനെ കുറച്ച് നേരം ഒരു 11:35 ആയപ്പോൾ ഞങ്ങൾ ലൈനിൽ കയറി നിന്നു കേട്ടോ. കുറച്ച് നേരം ഇവർ പിടിച്ചിട്ട് തന്നെ ഫോണൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോയി. പിന്നെ താക്കോലൊക്കെ കൊടുത്തു, പൈസ ഒക്കെ കയ്യിൽ കൊടുത്തു. പിന്നെ എന്നാലും ഞങ്ങൾ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്കാണെങ്കിൽ കുറച്ച് ഉറക്കക്ഷീണുണ്ട്. കുറച്ച് എനിക്കിനേക്കാളും ഒരു 3/4 മണിക്കൂർ മുന്നേ എണീറ്റ് അതിൻ്റെ ഒരു ചടവ് കാണുന്നുണ്ട്. പിന്നെ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഉറങ്ങണം. ഇപ്പം ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. കാരണം ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങൂല. അതുകൊണ്ടാണ് കേട്ടോ. അതിനൂസ് നൈസായിട്ട് അച്ഛൻ്റെ തോളിൽ ചാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഇങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് ക്യൂ നീങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പെട്ടെന്ന് ക്യൂ ഉള്ളിലേക്ക് പോകും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ദേവിനെ കണ്ടിറങ്ങാനും പറ്റും. ഒരുപാട് നേരം നിർത്തുന്നില്ല. അപ്പം നമ്മൾ നടയിൽ കയറിയിട്ട് ദേവിനൊക്കെ കണ്ടു തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഉള്ളിലേക്ക് എന്തായാലും ഫോൺ അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് നമ്മൾ അഴിപ്പിക്കും. ഇപ്പം എല്ലാ അമ്പലത്തിൽ പോവുകയാണെങ്കിലും നമ്മുടെ ടീഷർട്ടായാലും ഷർട്ടായാലും ഒന്നില്ലെങ്കിൽ നമ്മൾ അഴിക്കും, അല്ലെങ്കിൽ അവർ നമ്മളോട് പറയും. ഉണ്ണികളൊക്കെ വലുതായില്ലേ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അച്ഛൻ ടീഷർട്ടും ഷർട്ടും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചേട്ടന്മാരുടെ നല്ല കുറുമ്പാണ്. വേറൊന്നല്ല, അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടി കളിക്കാണ്ട്. എടാ വീടൂട്ടോ ഓടല്ലേ കണ്ണ കിത്തു നടന്നിട്ട് കണ്ടേ. ഇവിടെ ഒരുത്തനെ കാണില്ലല്ലോ. വെള്ളത്തിൽ കളിച്ചുകൊണ്ട് തന്നെ വരുന്നു. നമ്മളങ്ങനെ തൊഴുതിറങ്ങിയിട്ടോ. അപ്പോഴേക്കും നികിൽച്ചേട്ടൻ ഒരു ലോട്ടറി ഒക്കെ എടുത്തു. ഒരു അമ്മാമ്മ കുറേ നേരം ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തൊഴുത് വന്നിട്ട് ചേച്ചി എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ പ്ലാൻ? അടുത്ത പ്ലാൻ അങ്ങനെ നീണ്ട ക്യൂ നിൽപ്പിനും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇറക്കിക്കൂട്ടാ. അടുത്ത എന്താ സംഭവം? അടുത്ത ഞങ്ങള് വീട്ടില് ഇന്ന് ശരിക്കും നികിൽച്ചേട്ടൻ ഇത് ഉണ്ടാവും വിചാരിച്ചതല്ല.
ആവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് പോകേണ്ടതായിരുന്നു. പിന്നെ വേറെ കുറച്ച് അർജന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആണ് ഞങ്ങളത് മാറ്റി വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് സദ്യ ഉണ്ടാക്കാൻ എന്താ പറയാ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല, കാരണം ഇന്ന് ആളുണ്ടാവില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരമാണ് ഫൈനലൈസ് ചെയ്തത്. എന്നുവെച്ചാൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് വീട്ടിലുണ്ടാവുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വല്ല സംഭവങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് എന്തെനിക്ക് സദ്യക്കുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്യാൻ നിന്നില്ല. പിന്നെ ഒന്നാമത് സദ്യ എന്ന സാധനയെ എനിക്ക് ചില ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് പ്രഹസനത്തിന് വേണ്ടിട്ട് കൊറേ കറികളൊക്കെ ഉണ്ടാക്കി ഇതാക്കുന്നുള്ളൂ. ചേട്ടൻ എപ്പോഴും എന്താ നോൺ വെജ് ആണ് ഇഷ്ടം. ചേച്ചിക്കും ഭയങ്കര നോൺ വെജിനോടാണ് ഇഷ്ടം, അത് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഞാൻ വിചാരിച്ചാണ് വീട്ടിലുണ്ടെങ്കിൽ സദ്യ ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രിയാണ് ഫൈനലൈസ് ചെയ്തത് ചേട്ടൻ വീട്ടിലുണ്ടാകും എന്നുള്ളൊരു കേസും സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് സദ്യയുടെ സംഭവങ്ങൾ ക്യാൻസലാക്കി. അപ്പൊ വീട്ടിലാണെങ്കിൽ എന്താ വീട്ടിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വേറെ ചേട്ടന് ചോറൊക്കെ കൊടുത്തയക്കാനായിരുന്നു. ഞങ്ങൾ വേറെ കസിന് ചേട്ടന് ഹളിയന് അപ്പൊ നമ്മൾക്ക് പോണ വഴിക്ക് നമ്മൾ എവിടെയെങ്കിലും കയറിയിട്ട് ഒരു സദ്യ ഒരു ഊണ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം എടുത്തു അവിടുന്ന് വൈകുന്നേരം എല്ലാവരായിട്ട് ഫുഡ് കഴിക്കാം എന്നാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഒരു അനുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഭയങ്കര എനിക്ക് പാപ്പം വേണമെന്ന് പറഞ്ഞതിന് വേണം കുക്കുടും പോലെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ 12:30 ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു എസ്എംപുരത്തുള്ള ഇടത്തിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് വരുള്ളൂ എന്ന്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണ്. നല്ല ചോറും കറികളൊക്കെ ആയിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു ഫുഡ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. ഇലയിലൊക്കെയാണ് നമുക്ക് ഫുഡ് തരാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ചോറ് ഇലയിലാണ് തരാം. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു ഒരു മീൻ കറി പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു, ഒരു എലിശ്ശേരി, സാമ്പാർ, ബീട്രൂട്ട്, നല്ല അടിപൊളി ചമ്മന്തി, കച്ചമ്പർ, നല്ല നെല്ലിപ്പുളി, അച്ചാറൊക്കെ ആയിട്ട് എനിക്കിപ്പോഴും പറയുമ്പോഴും വായിൽ വെള്ളം വരുന്നു. ഞാൻ ഇപ്പം അടുത്ത് സത്യം പറയാലോ ഇങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഞാൻ രണ്ടാമത്തൊക്കെ ചോറ് ഇടിപ്പിച്ച് കഴിച്ചു. പിന്നെ ഇവിടെ സൈഡായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അതൊരു പ്രൊമോഷനൊന്നല്ല, എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. പുറത്ത് എല്ലാതും ടേബിളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്ത് ഇതേപോലെ കുറച്ച് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ ടേബിളിൽ കുറേ പേര് ഇരിക്കും. അതപ്പോൾ ഞങ്ങൾക്ക് 2 സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ എല്ലാ കറിയും ഇട്ട് എങ്കിൽ ചേട്ടൻ അങ്ങനെ കഴിക്കുകയാണ് ഗൈസ്. 2 പേരെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുണ്ട്. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഇത് ഇവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിട്ട്. ഇതിൽ ഏതാ വേണ്ടത്. ഞാനിവിടെ ചെല്ലുമ്പോഴും എപ്പോഴും പറയാം ബീഫ് ഫ്രൈ ആയിരിക്കും പറയാം. നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി രുചിയാണ്. കറക്റ്റ് ഇങ്ങനെ പീസായിട്ട് വിട്ട് കിടക്കും. അതൊക്കെ കഴിച്ചത് ഞങ്ങൾ വീട്ടിലെത്തി. പിള്ളേരെ ഉറക്കി വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ അയനൂസിനെയും ലക്കുട്ടനെയും കാശുകൂട്ടനെ ഉറങ്ങി എണ്ണീട്ടുട്ടാ. അപ്പോൾ 2 പേരും ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് എടുക്കാൻ പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും 5ഉം താഴ്ത്തി ചെയ്തിട്ട് TV കാണുകൊണ്ടിരിക്കട്ടെ. ഞാൻ വിചാരിച്ചു നടുത് താമസിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ പാറൂസൊക്കെ വന്ന് അവൾക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച് കേക്ക് കട്ട് ചെയ്യണം. ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, അത് ചെയ്യണം. പിന്നെ ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ പുറത്ത് പോകും, അല്ലെങ്കിൽ നല്ല പൊറോട്ടയും ബീഫ് അങ്ങനെ വാങ്ങിക്കും. കാരണം ആരുടെ ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്ക് അത് പതിവുള്ളതാണ്. പിന്നെ ഡീൽ ചേട്ടൻ നോ പറയുള്ളൂ. അതെങ്ങനെയാണല്ലോ സ്വയം കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യുള്ളൂ, നമ്മൾ സെൽഫായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വഴിയേ കാണാം. ഉച്ചരിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്തത്തെ ഒരു പ്രേത സിനിമ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ എനിക്ക്, അമ്മയ്ക്ക്, അഞ്ജുനൊക്കെ ഈ ഹൊറർ ത്രില്ലർ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓഡെല്ല 2 ആണ് തമന്നാരെ പാടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ട് ആക്ച്വലി ഞാൻ വെച്ചിരുന്നില്ല. ഏതെങ്കിലും ഒരു കോമഡി പടമായിരിക്കുന്ന വിചാരിച്ചു, ഹൊററിലെ ഒരു കോമഡി പടമായിരിക്കുന്ന വിചാരിച്ചു. പക്ഷേ 5 പേരും നല്ല പടമാണ്. ഞങ്ങളുടെ ക്ലൈമാക്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ശിവനൊക്കെ ഇറങ്ങി വരുന്ന സീനൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അതിൻ്റെ എടുത്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ടും. ശിവൻ വന്ന് ശിവൻ്റെ കോല് കൊടുക്കുമ്പോൾ ഇവൾക്ക് ശക്തി കിട്ടിയിട്ട് അങ്ങനെ കൊല്ലണൊക്കെ പോലത്തെ സീനൊക്കെ ഉണ്ട് പ്രായത്തിന്. നൈസ് മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചായയും കുടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പ്ലാൻ വെച്ചാൽ വേറെ ഒന്നുമില്ല. നീല ചേട്ടൻ ഇപ്പോൾ പുറത്തു പോകുമെന്ന് പറയുന്നുണ്ട്, ചേട്ടൻ ജിമ്മിന് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ ജിമ്മിന് പോയി വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന കേക്കാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളൂ. എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് എപ്പോഴും ഇഷ്ടം. പിന്നെ ചോക്ലേറ്റിൻ്റെ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് വൈറ്റ് ഫോറസ്റ്റോ അങ്ങനെ റെഡ് വെൽവെറ്റ് അത് പിസ്ത അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് 20 തൊട്ടാ നല്ല അടിപൊളി ഡിസൈനാണ്. ഞങ്ങളെല്ലാവരും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. മറ്റേ സോങ്ങികളൊക്കെ
കേക്ക് കട്ട് ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, നമ്മൾ പുറത്ത് പോകുന്നു. ലാസ്റ്റ് ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ എപ്പോഴും ചോദിക്കും തീറ്റ മാത്രമേ ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് എന്തായാലും പോകില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. കേക്ക് കണ്ടപ്പോഴേക്കും എല്ലാവരും ഓടിച്ചാടി വന്ന് ആക്രാന്തായിരുന്നു കേട്ടോ. പ്രത്യേകം നമ്മുടെ പിള്ളേർക്കാണ് ഇവർ ടു എന്ന് പറയാം. കാരണം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നല്ല പറയുന്നത്. അപ്പം അന്നത്തെ ദിവസമാണ് ഈ കേക്ക് വാങ്ങിക്കുന്നത്. അപ്പം ടു യു വേണം. പിന്നെ അതിങ്ങനെ എന്താ അത് കത്തിയെടുത്ത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പരസ്പരം അങ്ങോട്ടും വെച്ചു കൊടുക്കും. പിന്നെ ആ ക്രീം എടുത്ത് മൂത്ത് തേക്കണം, പരസ്പരം തേക്കണം, ഡ്രസ്സമ്മ തേക്കണം. ഇതൊക്കെയാണ് ഒരു പ്രധാന വിനോദങ്ങൾ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, നമുക്കിനി ഗിഫ്റ്റ് കൊടുക്കണം. നല്ലൊരു ടോസ്റ്റ് ഉണ്ടല്ലേ ചാച്ചൻ്റെ മുകളിൽ. ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇത് ഫേഷ്യലടാ. ഗിഫ്റ്റ് എടുക്കട്ടെ, ഗിഫ്റ്റ് എടുക്കട്ടെ കൊടുക്കല ചേച്ചി. ആക്ച്വലി ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ട് അമ്മയുടെ കയ്യിലായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഷൂ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഷൂ എന്തായാലും ഓക്കെ ആയിരിക്കും, കാരണം ഇപ്പോൾ അടുത്ത ഷൂ പട്ടി കടിച്ചിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഷൂ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അഞ്ചുൻ്റെതും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കയ്യിൽ. എനിക്ക് പുതിയ ഷൂ കിട്ടിയേ, എനിക്ക് പുതിയ ഷൂ കിട്ടിയേ. ജിമ്മി പോവാൻ വേണ്ടി ഷൂ അങ്ങനെ നമ്മുടെ പാറൂസ് കൊടുത്തത് ഒരു ടീഷർട്ടാണ്, ഒരു ബ്രൗൺ കളറിൽ ടീഷർട്ടാണ്. നൈസായിട്ട് ഇത് എൻ്റെ സെലക്ഷനാണ്. ശരിക്കും പറഞ്ഞിട്ട് അഞ്ചു എന്നോട് എടുത്തിട്ട് തരാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതും കുഴപ്പമില്ല. അപ്പോൾ വാച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ ഷൂ ഇട്ട് നോക്കണ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് വാച്ച് എടുത്തുട്ടോ. എനിക്കിത് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം വാച്ച് നീൽച്ചേട്ടൻ്റെ സ്മാർട്ട് വാച്ച് വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ സ്മാർട്ട് വാച്ച് ഞാൻ ഒരെണ്ണം കുഞ്ഞവിടെ പറഞ്ഞിട്ട് ഇഷ്ടമാണെന്ന് ചോദിപ്പിച്ചു, ഞാൻ അറിയാണ്. പക്ഷെ അത് ഇഷ്ടമായില്ല. അപ്പം പിന്നെ വിചാരിച്ചു ഇങ്ങനത്തെ വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഡിസൈൻ ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇത് എന്തായാലും സിൽവർ കളർ എനിക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയില്ല. സൂപ്പർ. നികീഷേട്ടൻ്റെ ഓക്കെയിൽ എനിക്ക് മനസ്സിലായി മുപ്പർക്ക് അത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ ബില്ലും സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കൊണ്ടുപോയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വാച്ച് ഈ സെയിം റേറ്റിൻ്റെ വാങ്ങിക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ സെയിം സ്പോട്ടായിട്ടുള്ള കല്ലുമ്മക്കായലേക്ക് പോകാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് ഇനി എന്താ വേറെ ഒന്നുമില്ല, ഫുഡ് കഴിക്കുക, തിരിച്ചു പോരത്ര എന്നെ ലൈറ്റൊക്കെ ഓഫ് ആക്കി ഞാൻ ഇറങ്ങാണ്. നാളെ പാറൂന് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അവൾ ഉറങ്ങണം. എന്നാലേ അവൾ കറക്റ്റ് സമയത്തേക്ക് നാളെ രാവിലെ എണീക്കുള്ളൂ. അല്ലെങ്കിൽ അവളെ മീൻസ് കുത്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ശീലം ഭയങ്കര പൊട്ടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് പോകട്ടെ. കാശുകുട്ടനാണെങ്കിൽ കാറിയത്തെ ലൈറ്റ് ഇടാ ഓഫ് ചെയ്യുക, ഇതാണ് അവൻ്റെ പ്രധാന ഹോബി. ഇതും പറഞ്ഞ് അവൻ എന്തോരം തല്ലിടുന്നവരും. പക്ഷെ അവനെ അറിയില്ല, അവനൊരു കുട്ടി കുറുമ്പനാട്ടോ. നമ്മുടെ അല്ലൂസ് അനൂസ് ആണെങ്കിലും അതിൻ്റെ വാശിക്കാരണം അത് മൈൻഡിൽ അവരുണ്ടാവും, അവർക്കത് ഓർമ്മ ഉണ്ടാവും. കാശുകുട്ടനെ അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അല്ലൂസ് അതെന്താ പറയുക, അത് അവൻ്റെ അച്ഛൻ്റെ ഒരു ബുദ്ധിയാണ്. ഞങ്ങൾ എപ്പോഴും പറയും അച്ഛൻ്റെ ഒരു വാശിയാണെന്ന് പറയും. എനിക്കൊന്നുണ്ടായിട്ടില്ല ഇങ്ങനത്തെ വാശി കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞു, പൊറോട്ട പറഞ്ഞു,
പിന്നെ ബാറോസിന് ഒരു ചിക്കൻ നൂഡിൽസും പറഞ്ഞു കേട്ടോ. ബീഫ് ഫ്രൈഡ് റൈസ് നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ബീഫ് ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. എപ്പോഴും ചിക്കൻ ഫ്രൈഡ് റൈസാണ് കഴിക്കുക. അപ്പോൾ എന്നോ ഇവരെ വായിന്ന് തന്നെ വീണതാണ് ബീഫ് ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന്. അതിൽ നമ്മൾ ഓൾറെഡി അങ്ങോട്ട് പറയും ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ലാസ്റ്റ് ജ്യൂസ് കുടിക്കാൻ ഇരിക്കുകയാണ്. ജ്യൂസും കുടിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങളിനി വേറെ ഒന്നുമില്ല, നേരെ ഇനി വീട്ടിൽ പോവുക, കിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ. നല്ലൊരു പിറന്നാൾ ഡേ തന്നെയായിരുന്നു നിഖിൽ ചേട്ടൻ്റേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവർക്കും നല്ല രീതിയിൽ അത് ഒരാളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റി. ഇപ്പോൾ ആരുടെ ആണോ അവരുടെ പിറന്നാൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കും. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എന്തൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളടുത്ത് പറയുക, കമൻസിലൂടെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് തരം വീഡിയോസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നമ്മളെടുത്ത് പറയാം കേട്ടോ. അയ്യോ വരാം.